ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ കറിയാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും ശരി, സദ്യയുടെ ഒപ്പം ആണെങ്കിലും ശരി, എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റാണ്. സൈഡ് ഡിഷായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് വലിയ നാരങ്ങ, അതായത് കറി നാരങ്ങ, വടുകപ്പുളി, പല പേരിലറിയപ്പെടുന്ന ഈ നാരങ്ങ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തൊലി ചെത്തിയിട്ട് എല്ലാം ഒന്നും ചെത്തിക്കളയേണ്ട, ഇതേപോലെ വളരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 കിലോളം നാരങ്ങ വരുന്നുള്ളത്, വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇത് ഇനി ഓവർനൈറ്റ് വെക്കുന്നതാണെങ്കിൽ വളരെ നല്ലത്, അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ വെച്ചാലും മതി. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ നല്ല നാരങ്ങയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടി 1/2 ടേബിൾ സ്പൂണും എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂണും ചേർത്ത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി ഒരു നല്ലൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് ഇനി ഞാൻ 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചത് ഇതിൻ്റെ അകത്തിട്ട് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടായി വന്നപ്പോഴേക്കും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ അത് ഇന്നലെ തിരുമ്മി വെച്ചിട്ടുള്ള നാരങ്ങയൊക്കെ നന്നായിട്ട് ഉപ്പും മഞ്ഞളൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ചേർത്ത് അത് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് ചേർത്ത് ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 20 വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ അച്ചാറിനൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇതിൻ്റെ അച്ചാറല്ല, നാരങ്ങ കറിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ചൂടാക്കി നല്ല ഡാർക്ക് കളറാക്കി എടുത്തിട്ടുള്ള ആ പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. മിക്സ് ചെയ്തതിന് ശേഷം ആ പൊടിയെല്ലാം എല്ലാത്തിലും പിടിച്ചതിന് ശേഷം നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള നാരങ്ങയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ നാരങ്ങയും പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു 3 മിനിറ്റോളം ഇങ്ങനെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരയുടെ അതായത് പൊടിയായിട്ടെടുത്തത്, ഇത് നിങ്ങൾക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഒരല്പം മധുരം മുന്നിൽ നിന്നാലും കുഴപ്പമില്ല, നാരങ്ങയല്ലേ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ട നന്നായി ചൂടായി വന്നപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചെടുത്ത് അതങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കായപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാക്കറി ഇത് റെഡിയായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ തീയൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.